ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പപ്പായ ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഇതേപോലെ 2 ചെറിയ പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 10-15ഓളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ചെറിയതായതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്രയും ചേർത്ത്. കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 5-8 ഉള്ളി ചേർത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ ഒരു 4-5 വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേസ്റ്റായി അരയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച ഈ ഉള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ച പപ്പായം കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും കഴിക്കാനത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ പപ്പായയിൽ ഒരുപാട് ഗുണങ്ങളും വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണ് മിക്കവരുടെ വീട്ടിലും പപ്പായയുടെ മരമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ ഈ ഉപ്പേരി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതേപോലെ തന്നെ ആവിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് അടി പിടിക്കണമെന്ന് തോന്നിയാൽ ഒന്ന് 2-3 ടേബിൾ സ്പൂണോളം ഒന്ന് വെള്ളം ഒന്ന് ഇതൊന്ന് തെളിയിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് നോക്കുന്നുണ്ട് വെന്തോന്ന്. അപ്പം നല്ല വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ പപ്പായ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.